ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വഭാവത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ചു നിൽക്കുന്നു. എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിന് പിന്നിലായി ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ പറയുന്നത് പുരുഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വളരെയധികം ധൈര്യശാലികളാണ് എന്നതാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ എന്തും നേരിടുന്നതിനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. കൂടാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് പലപ്പോഴും കുടുംബത്തിന് വേണ്ടി ഒരു സ്ത്രീ കഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല, പുരുഷന്മാരെക്കാൾ കൂടുതൽ സാമൂഹിക വെല്ലുവിളികളും സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇത്തരക്കാരെ പലപ്പോഴും പുരുഷൻ ബഹുമാനത്തോടെ കാണുന്നു എന്നും ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം, സ്ത്രീകൾ പൊതുവെ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ബുദ്ധി കൂടുതലാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. പലപ്പോഴും ഇവർക്ക് 4 ഇരട്ടി ബുദ്ധിയുണ്ട് എന്നതാണ് സ്ത്രീകളെ കുറിച്ച് നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ സാമാന്യ ബുദ്ധിയുടെ കാര്യത്തിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. അതുകൊണ്ടാണ് ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെയും പുരുഷനേക്കാൾ നല്ല രീതിയിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നതും. കൂടാതെ ഏത് പ്രശ്നത്തെയും ചിന്തിച്ച് കൈകാര്യം ചെയ്ത് പരിഹാരം കാണാൻ സ്ത്രീകൾ എപ്പോഴും ശ്രമിക്കുന്നു. ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം, സ്ത്രീകൾ മാനസികമായി വളരെയധികം ശക്തരായിരിക്കും, പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ. ഏത് പ്രശ്നത്തെയും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യുന്നതിനും മുന്നോട്ട് പോകുന്നതിനും സ്ത്രീകൾക്ക് സാധിക്കുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നത്തെയും വളരെ ശാന്തമായി സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല, വ്യക്തിത്വത്തിന്റെ കാര്യത്തിലും അവർ പുരുഷന്മാരെക്കാൾ ഒരു പിടി മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതായി ചാണക്യൻ കണക്കാക്കുന്നു. അത് തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്ന മറ്റൊരു നിർദ്ദേശം ഇതാണ്, സ്ത്രീകൾക്ക് അവരുടെ വിശപ്പ് സഹിക്കാൻ കഴിയുമെന്നാണ് ചാണക്യൻ പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് ഇവർക്ക് വിശപ്പ് കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർ എപ്പോഴും നല്ല ശരീരത്തോടെ ഇരിക്കുന്നതെന്നാണ് ചാണക്യൻ പറയുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നത് എപ്പോഴും സ്ത്രീകൾ തന്നെയാണ്. കൂടുതൽ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ സമയം സജീവമായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് വിശക്കുന്നത് എന്നാണ് ചാണക്യൻ പറയുന്നത്. എന്നാൽ ഏത് വിശപ്പും സഹിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു എന്നും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നു. ചാണക്യ നീതി പ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ പ്രാചീന കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചാണക്യന്റെ നീതിശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. പലപ്പോഴും തന്റെ നീതിശാസ്ത്രത്തിൽ ജീവിതത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും ചാണക്യൻ വിശദമാക്കിയിട്ടുണ്ട്. പലരും ആധുനിക ജീവിതത്തിലും ഇതേ കാര്യം തന്നെ പിന്തുടർന്ന് വരുന്നവരും ഉണ്ട്. ചാണക്യനീതി പ്രകാരം ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നത് പലരും പ്രധാനപ്പെട്ടവയായി കണക്കാക്കുന്നു. പുരുഷന്റെയും സ്ത്രീയുടെയും സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം ചാണക്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നീതിശാസ്ത്ര പ്രകാരം എപ്പോഴും സ്ത്രീകളെ പുരുഷനിൽ നിന്ന് വേറിട്ടു നിർത്തുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. ഇത് തന്നെയാണ് സ്ത്രീകളിലേക്ക് പുരുഷന്മാർ ആകർഷിക്കപ്പെടുന്നതിന് പിന്നിലെ കാരണം എന്നും ചാണക്യൻ വ്യക്തമാക്കുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആയുസ്സും ആയുരാരോഗ്യവും എല്ലാം സർവശക്തന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.